ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ആപ്പിൾ കൊണ്ടുള്ളൊരു വിഭവമാണ് കാണിക്കുന്നത്. എങ്ങനെയുണ്ടോ തിന്നിട്ട് പറ. സൂപ്പറാ. ഇവർക്കിത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. ആപ്പിൾ എടുത്തിട്ട് ഞാൻ മുറിച്ച് അതിനകത്തെ കുരുവെല്ലാം കളഞ്ഞ് പുറത്തെ തൊലി ഇതുപോലെ ചെത്തി റെഡിയാക്കുകയാണ്. തൊലി ചെത്തുമ്പോൾ അതിനകത്തിൽ കേടായ പോഷകം ഉണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ ക്ലീനാക്കി മാറ്റണം. തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ സ്ലൈസാക്കി വെക്കുക. തീരെ ചെറിയ കനം കുറച്ച്, ഒരുപാടങ്ങ് തീരെ കനം കുറച്ചല്ല, എന്നാലും ഓരോ പീസും ഒരു 3 പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തിലേക്ക് ഒരു പാത്രത്തിനകത്തിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇരുന്നു, അതാണ് ഞാൻ എടുത്തത്. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോഴിത് നന്നായിട്ടൊന്ന് ഉരുകി വരുന്നുണ്ട്. ഇച്ചിരൂടൊന്ന് ലൂസായി കിട്ടണം. ഇച്ചിരി നേരം കൊണ്ടൊന്ന് ഇരിക്കട്ടെ. വെള്ളം തിളച്ച് നല്ലപോലെ തിള വരുമ്പോഴത്തേക്ക് ഇത് ഉരുകി തുടങ്ങും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ആപ്പിൾ മുറിക്കുക, ചോക്ലേറ്റ് ഉരുക്കി അതിലൊഴിക്കുക, അത്രയേ ഉള്ളൂ ജോലി ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇത് ഈസിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, ഇനി നമുക്കിത് എടുക്കാം. ഓരോ ആപ്പിൾ പീസും അതിനകത്തിലേക്ക് ഇട്ടിട്ട് അതിലൊന്ന് കവർ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഏകദേശം 3/4 ഒഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ അതിനകത്ത് പെരളാനുണ്ട്. ഓരോന്നിൻ്റെ മുകളിലേക്ക് ആ ചോക്ലേറ്റ് ലിക്വിഡായിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തു. അത് റെഡിയാക്കി കഴിഞ്ഞു. ഇതൊന്ന് ആറിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.